ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വീണ ഒരു പരാതി തന്നിട്ടുണ്ട്. വീണയ്ക്ക് അവളുടെ കുഞ്ഞിനെ വിട്ടുകിട്ടണം. ഒന്നോ രണ്ടോ ദിവസമായാലും കുഴപ്പമില്ല. അതിനുള്ളിൽ ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തിരിക്കും. കൊല്ലാനുള്ളവരൊക്കെ ഞാൻ കൊന്നിരിക്കും. അത് കഴിഞ്ഞ് ജയിലോ കോടതിയോ അതെനിക്ക് പ്രശ്നമല്ല. അക്കാര്യം അഡ്വക്കേറ്റ് പറഞ്ഞു. വിചാരണ തുടങ്ങുമ്പോ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ജീവന്റെ വീട്ടുകാർക്ക് കോള് പോകാൻ സാധ്യതയുണ്ട്. അവരാരെങ്കിലും വന്ന് ജീവനെതിരെ മൊഴി കൊടുത്ത പ്രശ്നവും, പ്രത്യേകിച്ച് നിത്യ വരില്ല, ഒരിക്കലും വരില്ല. പക്ഷേ പേടിക്കേണ്ടത് അമ്മയെ. ഇത്രയും കാലം എന്നെ തടഞ്ഞത് അമ്മയാ. തടസ്സമായിട്ട് അമ്മ ഇല്ലാതിരുന്നെങ്കിൽ നിത്യന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നു. അക്കാര്യത്തില് ജീവൻ പറയുന്നത് മുഴുവൻ ഞാൻ സമ്മതിച്ചു തരില്ല. അല്ല, നിത്യ കൊല്ലാൻ നിങ്ങൾക്ക് എന്തൊക്കെ മാർഗങ്ങളുണ്ടായിരുന്നു? എല്ലാം നിങ്ങളുടെ അമ്മയുടെ മുമ്പിൽ വെച്ച് ചെയ്യുമ്പോഴാ അവര് തടസ്സം നിന്നത്. അപ്പൊ ചെറിയൊരു സെന്റിമെന്റ്സ് നിത്യയോട് ബാക്കി കിടക്കുന്നുണ്ടായിരുന്നു. എന്ത് സെന്റിമെന്റ്സ്? എന്നെ ചതിച്ചവളോടോ? ഇപ്പോഴും ചതിച്ചുകൊണ്ടിരിക്കുന്നവളോടോ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ജീവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ. നീ എന്ത് ചെയ്തേ? നിനക്കുണ്ടായിരുന്നല്ലോ കുറച്ച് ശത്രുക്കള്, നിന്റെ അച്ഛനും ഹരിയും. എന്നിട്ട് അവിടെ എന്താ സംഭവിച്ചേ? നിന്നെടുത്ത് വെളിയിൽ കളഞ്ഞില്ലേ അവര്? ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കാൻ പറ്റിയോ നിനക്ക്? ഹരിക്കും നിന്റെ അച്ഛനും എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാക്കിയോ നീ? എന്നാര് പറഞ്ഞു? ജീവൻ ജന്മം പോലും തള്ളിപ്പറഞ്ഞ എന്നെ പുറത്താക്കിയത്. ആ മനുഷ്യനോടുള്ള പക എനിക്ക് തീരില്ല. പിന്നെ ഹരിയോട് വീണയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഇന്നവരെ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അതെന്താ? ജീവൻ പുറത്തിറങ്ങേണ്ടതും ജീവന് ചെയ്യാനുള്ളത് ചെയ്തു തീർക്കേണ്ടതും എന്റെയും കൂടെ ആവശ്യമാണ്. അതുപോലെ തന്നെ എന്റെ അച്ഛന്റെയും ഹരിയുടെയും തകർച്ച. ആ തകർച്ച അവരെ തേടിയെത്തും. ഇവിടെ വെയിറ്റ്. എന്താ മോളെ? പോലീസോ? എന്താ സാറേ? സാറേ, കൊച്ചിനെ കുറിച്ച് അവളുള്ള പരാതി തന്നിട്ടാണെങ്കിലേ സാർ ഞങ്ങളത് കോടതി തീർത്തോളാം. അതുമാത്രമല്ല, അവളിപ്പം ഇവിടെ ഇല്ല. ഞാന് അവളെ പറഞ്ഞയച്ചായിരുന്നു. അതെനിക്കറിയാം. ഓ, വീണ ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. അതിനെ കുറിച്ച് അറിയാനാ ഞാൻ വന്നത്. കംപ്ലൈന്റാ? സാർ ഇരിക്കണം. കംപ്ലൈന്റാ? ആരോട്? എനിക്കൊന്നും അറിയില്ല. എന്താ സാറേ? വീണ ഒരു പരാതി തന്നിട്ടുണ്ട്. വീണയ്ക്ക് അവളുടെ കുഞ്ഞിനെ വിട്ടുകിട്ടണം. സാറേ, എന്ത് വന്നാലും കുഞ്ഞിനെ ഞങ്ങളെ വിട്ടു തരികയല്ല. അവക്ക് കുഞ്ഞിനോടൊന്നും ഒരു സ്നേഹവും ഇല്ല.
സാറേ ഇത് ഞങ്ങളെ തോപ്പിക്കാൻ വേണ്ടി മാത്രമാ. ആ സി കുഞ്ഞു വീണട തന്നെയല്ലേ? മോള് അകത്തേക്ക് ചെല്ല. സാർ, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വീണ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ വൈകാരികത പറ്റില്ലല്ലോ. നിയമം അനുശാസിക്കുന്നത് ചെയ്തില്ലേ പറ്റൂ. നാളെ നിങ്ങൾ രണ്ടുപേരും കുഞ്ഞിനെയും കൊണ്ട് സ്റ്റേഷനിൽ നിന്ന് വരണം. വീണയെ ഞാൻ വിളിപ്പിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ഒരു തീരുമാനത്തിലെത്തണം. എന്ത് തീരുമാനം എടുക്കണേ സാറേ? സാറേ ഞങ്ങൾ എന്തായാലും കുഞ്ഞിനെ വിട്ടുകൊടുക്കുകയല്ല. നിങ്ങളോട് വാശി പിടിക്കേണ്ട കാര്യം എനിക്കില്ല. ഓ മിസ്റ്റർ ഹരിക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. കുഞ്ഞിന്റെ അച്ഛൻ വേറെയാ, അമ്മ വീണ തന്നെ. സോ നിങ്ങൾ 3 പേരിൽ ഒരാൾക്ക് കുഞ്ഞിലെ അവകാശം ഉണ്ടെങ്കിൽ അത് വീണയ്ക്ക് മാത്രം. നാളെ രാവിലെ ഒരു 11 മണിക്ക് സ്റ്റേഷനിൽ എത്തിക്കണം. ഓക്കെ? സാറേ അതെ, ഞാൻ ഒച്ച എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സാറ് ദയവായിട്ട് ക്ഷമിക്കണം. സാർ അത് വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടാ. കുഞ്ഞിനെ അവള് പ്രസവിച്ചതാ. പക്ഷെ ആ നിമിഷം മുതല് അവളൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല ആ കുഞ്ഞിനെ. എന്തിന്? ഒരു പാല് പോലും കൊടുത്തിട്ടില്ല. കുപ്പി പാലും കൈ കൊടുത്തിട്ട് അതിനെ നെഞ്ചിലേറ്റി നടന്നതും അവള് ഓർക്കിയതൊക്കെ ഈ നിൽക്കുന്ന ഇവനാ. ആ ശരി, നമുക്ക് നാളെ സംസാരിക്കാം. ശരി സാറേ. ഓ ഹോ, ഈ നശിച്ചവളെ കൊണ്ട് ശ്ശോ. ആദ്യം പോയ പോലെ ഞാനും പോകണ്ട വരും അച്ഛാ. എന്തിന്? നാളെ അവരങ്ങോട്ട് ചെല്ലാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് സംസാരിക്കാൻ വേണ്ടിയിട്ടാ, വേറൊന്നിനുമല്ല.